Hey guys, welcome to my channel. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how ice can teach us the power of compounding. Let's find out what is the definition of compounding first. സോ ബേസിക്കലി കമ്പൗണ്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ആഡ് ആയിക്കൊണ്ടിരിക്കും ഒരു പെർട്ടിക്കുലർ റേറ്റിൽ. വിത്ത് ടൈം ആ എമൗണ്ട് ഇൻക്രീസ് ആയി ഇൻട്രസ്റ്റ് ആഡ് ആയിട്ട് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആകുമ്പോഴേക്കും അതൊരു നല്ല ലംസം എമൗണ്ട് ഓഫ് ആയിട്ടുണ്ടാവും. ബട്ട് ദ ക്വസ്റ്റ്യൻ ഇസ്, ഇവിടെ ഐസിന് എന്താ കാര്യം എന്ന്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദി സൈബീരിയൻ സയൻറ്റിസ്റ്റ്, ദേ സേ ദാറ്റ് സണ്ണിനും മൂണിനും ഒരു ഗ്രാവിറ്റേഷണൽ പുൾ ഉണ്ടാവും ദാറ്റ് എഫക്ട്സ് ദി മോഷൻ ഓഫ് എർത്ത്. സോ ഡ്യൂ ടു ദിസ് മോഷൻ എർത്തിൻ്റെ ചില ഭാഗത്ത് കുറച്ച് കൂടുതൽ സോളാർ റേഡിയേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എർത്തിൻ്റെ ചില ഭാഗത്ത് കുറച്ച് കുറവ് റേഡിയേഷൻസ് ആണ് കാണപ്പെടുന്നത്. സോ ഇഫ് യു ഫോക്കസ് ഓൺ ദി ലെസർ സോളാർ റേഡിയേറ്റഡ് പാർട്ട്, അവിടുത്തെ സമ്മർസിന് സത്യം പറഞ്ഞാൽ അധികം ശക്തിയില്ല ടു മെൽറ്റ് ദി ഹോൾ ഐസ് വിച്ച് വാസ് ഫോംഡ് ഇൻ വിൻ്റർ. വെൻ ദ സമ്മർ ഗെറ്റ് ഓവർ, വിൻ്റർ അക്കേഴ്സ് ആൻഡ് മഞ്ഞ് പെയ്യാൻ തുടങ്ങും. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് തണുപ്പുള്ള റീജിയനിൽ. ബട്ട് അവിടെ ഓൾറെഡി ഒരു മഞ്ഞിൻ്റെ ലെയർ എക്സിസ്റ്റ് ആയി കിടക്കുന്ന സമയത്ത് ആ ലെയറിൻ്റെ മുകളിലായിരിക്കും ഇനി പുതിയ മഞ്ഞ് പെയ്യാൻ തുടങ്ങാം. ആഫ്റ്റർ വിൻ്റർ സീസൺ സമ്മർ അക്കേഴ്സ്, but this summer never gets warm enough to melt the previous winter snow. ഇതിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ ശ്രദ്ധിക്കാൻ പറ്റും, that the summer is weak and winter is strong. സോ ഇങ്ങനെ തന്നെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു സീസണൽ സ്നോ പാക്കിൽ നിന്ന് വിത്തിൻ എ ഫ്യൂ 100 or 200 ഇയേഴ്സ് ഇത് ഒരു കോണ്ടിനെൻ്റൽ ഐസ് പാക്കിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. സോ ഇതിൻ്റെ തന്നെ റിവേഴ്സ് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, സോളാർ റേഡിയേഷൻ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അവിടെ കുറവായിരിക്കും ആൻഡ് ദി ടെമ്പറേച്ചർ വിൽ ബി ഹയർ കമ്പാരിറ്റീവ് ടു ദ ഇനീഷ്യൽ ഏരിയ. സോ ആ പെർട്ടിക്കുലർ ഏരിയയിൽ എപ്പോഴും സമ്മേഴ്സ് കൂടുതലായിരിക്കും, വിൻ്റേഴ്സ് കുറവായിരിക്കും. ഇനി നമ്മൾ കമ്പൗണ്ടിങ്ങിൻ്റെ പെർസ്പെക്റ്റീവിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് 100 to 200 ഇയേഴ്സ് കഴിയും തോറും അവിടുത്തെ ടെമ്പറേച്ചർ വിൽ ബി ഗെറ്റിംഗ് മോർ ഹയർ ആൻഡ് ഹയർ. അവിടെ പിന്നെ സ്നോഫോൾ തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നെ നമുക്ക് കാണാൻ കഴിയുക. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് എർത്തിൻ്റെ തന്നെ 2 എക്സ്ട്രീം പോയിൻറ്റ്സ് ആണ്, ആ കോൾഡ് റീജിയൻ ആൻഡ് ഹോട്ട് റീജിയൻ, ഹൗ ഇറ്റ് ഈസ് ഫോംഡ്, എങ്ങനെയാണ് ഇത് ഫോം ആകുന്നത്, അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. തുടങ്ങുന്ന സമയത്ത് രണ്ടും സിമിലർ പോയിൻറ്റ്സിലായിരുന്നു. ബട്ട് എർത്തിൻ്റെ തന്നെ ചെറിയൊരു വ്യത്യാസം കൊണ്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് നമുക്കിതിൽ കാണപ്പെടുന്നത്. സോ ഈ ഒരു നാച്ചുറൽ എക്സാമ്പിളിൽ തന്നെ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഹൗ വി ഷുഡ് സ്പെൻഡ് ആ എക്സ്പെൻഡിച്ചർ ആൻഡ് ഹൗ വി ഷുഡ് സേവ്. ഒരു ചെറിയൊരു ഡിസിഷൻ തന്നെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടൂളാണ് ഈ കമ്പൗണ്ടിങ്. സോ ഇപ്പോൾ ഇൻവെസ്റ്റിങ്ങിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാറൻ ബഫറ്റിനെ തന്നെ എടുക്കാം. ആളുടെ 50ാമത്തെ പിറന്നാളിന് ശേഷമാണ് ആൾക്ക് $84 ബില്യൺ അസറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ഹി സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഹിസ് 10 years. ആഫ്റ്റർ ലോങ് പീരിയഡ് ഓഫ് ടൈം ഹി കുഡ് ഏബിൾ ടു മേക്ക് ദിസ് ഹ്യൂജ് അസറ്റ്. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈനും പറഞ്ഞിട്ടുണ്ട്, കമ്പൗണ്ടിങ് എന്ന് പറയുന്നത് 8th wonder ഓഫ് ദിസ് വേൾഡ് ആണെന്ന്. സോ ഇറ്റ് ക്യാൻ മേക്ക് us, also it can break us. That much powerful it is. Thank you for watching this video. Do like, share it with your friends, subscribe to my channel for more content.